ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ബീറ്റ ഫാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബീറ്റ ഫാം എന്ന് പറയാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഡ്രംസിലൊക്കെ നോക്കിയാൽ ഒരു ഡ്രമ്മിൽ തന്നെ 500ഉം 600ഉം ബീറ്റാസാണ് കിടക്കുന്നത്. ലക്ഷക്കണക്കിന് ബീറ്റാസ് ഉണ്ടെന്ന് പറയാം. അതേപോലെ എന്തോരം ഡ്രമ്മാണ് നിൽക്കുന്നത് നോക്കിയാൽ. ഇത് താഴെ മാത്രമാണ്, മുകളിലും ഉണ്ട്. ഇത് ക്വാളിറ്റി നോക്കിയാൽ ഫിഷസൊക്കെ നല്ല ക്വാളിറ്റിയാണ്. നല്ല മെനയായിട്ടാണ് ഈ ഫാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിസ്പ്ലേക്കൊക്കെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗപ്പീസ് ഉണ്ട് ഹോൾസെയിലായിട്ട്. അപ്പോൾ ഹോൾസെയിലാണ് മെയിനായിട്ട്. നിങ്ങൾ ഈ ബോട്ടിൽസൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല സെയിൽ സൈസായിട്ടുള്ള ബീറ്റാസാണ് ഈ നിറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് 2 പേർക്ക് ഈ ഏത് ബീറ്റാസ് വേണമെങ്കിലും ഒരു പെയർ സ്വന്തമാക്കാനായിട്ടുള്ള അവസരമുണ്ട്. 2 പെയർ ബീറ്റാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഏത് ബീറ്റ വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ ബ്രോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബ്രീഡിങ് എങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് ബ്രോ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് പ്രത്യേകത, യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫാം വരുന്നത്. ഇതുവരെ ആരും അറിയപ്പെടാത്ത ഫാമാണ്. അതേപോലെ തന്നെ കുറേ ഫാമുണ്ട്, അറിയപ്പെടാത്ത കുറേ ഫാം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേപോലത്തെ ഒരു ഫാം ഇതേപോലെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫാം വീഡിയോ എടുക്കാൻ വന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിലും ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടാവും ഫാം ഏതാണ്. ഓപ്പൺ അക്വയാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബീറ്റാസ് ആണ്. അപ്പോൾ ദിബു ബ്രോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബ്രോയോട് തന്നെ ചോദിച്ചു നോക്കാം ഇവിടെ എവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഫുള്ളായിട്ട് കാണുക. ബീറ്റാസിൻ്റെ കിഡിലൻ വീഡിയോസ് ആയിരിക്കും. ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. അപ്പോൾ ഹോൾസെയിലുകാർക്കും റീറ്റെയിലുകാർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു നമ്പറാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. വേഗം ഫുള്ളായിട്ട് വീഡിയോ ഉണ്ടാകും. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ്ടത് നമ്മുടെ ഓപ്പൺ അക്കൗണ്ട് മുതലാളി ദിബു എന്നാണ് ബ്രോന്റെ പേര്. ബ്രോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേറെ പേര് കാണണ്ടല്ലോ. ഇതിൽ നിന്നാണല്ലേ? അപ്പൊ ദിബു എന്നാണ് ഞാൻ കേട്ട് പരിചയമുള്ളത്. അപ്പൊ അതാ ചോദിച്ചേട്ടാ, 2 പേരിൽ അറിയപ്പെടുമല്ലേ? അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബീറ്റാസ് ആണല്ലേ? ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം ബീറ്റാസ് ആണ്. ഇത് ഇവിടെ ബൾക്ക് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, റീറ്റെയിലും ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് കൂടുതലും ഹോൾസെയിലാണ് ചെയ്യുന്നത്. ഹോൾസെയിൽ ഉണ്ടാവും അല്ലെ? അപ്പൊ ധൈര്യത്തോടെ കോണ്ടാക്ട് ചെയ്യാൻ എത്ര പീസ് ഉണ്ടാവും? ഇത്രയും ബോട്ടിൽ വെച്ചാൽ എത്ര ഉണ്ടാവും? നമ്മുടെ മന്ത്ലി എപ്പോഴും നമ്മുടെ 6000 പീസോളം സ്റ്റോക്ക് നമ്മുടെ എപ്പോഴും ഉണ്ടാവും. എല്ലാ മാസവും ഉണ്ടാവും. എല്ലാ മാസവും ഉണ്ടാവും. അപ്പൊ എപ്പം വിളിച്ചാലും നമുക്ക് ബെറ്റാസും മെയിൽസും നമുക്ക് എപ്പം വിളിച്ചാലും, മെയിലായാലും ഫീമെയിൽ ആയാലും ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കൊറിയർ ഓൾ ഓവർ ഇന്ത്യ ഫുള്ള് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കൊറിയറും ചെയ്യാൻ പറ്റും. ഹോൾസെയിൽ എടുക്കുന്നവർക്ക് നമുക്ക് ട്രെയിൻ ഷിപ്പിംഗും പോസിബിൾ ആണ്. അതുപോലെ ബസ്സിലും നമുക്ക് അയച്ചിടാം. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പൊ എല്ലാവർക്കും പറ്റിയൊരു സാധനമാണ്. റീറ്റെയിൽ എടുക്കുന്നവർക്കും ഹോൾസെയിലായിരിക്കും പറ്റിയൊരു വീഡിയോ ഉണ്ട്. അപ്പൊ ഫുള്ളായിട്ട് കാണാം. നമുക്ക് പിക്ചേഴ്സിനെ കാണാനുണ്ട്. അപ്പൊ ഈ സ്ഥലം വരുന്നത് നമ്മൾ കൊല്ലം ജില്ലയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒന്ന് കറക്റ്റ് പറഞ്ഞത്. കറക്റ്റ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയില് കുളത്തൂപ്പുഴ എന്നുള്ള സ്ഥലത്താണ്. കുളത്തൂപ്പുഴ എന്നൊരു 3 കിലോമീറ്റർ അഞ്ചൽ റൂട്ടില് 3 കിലോമീറ്റർ, അതായത് കുളത്തൂപ്പുഴയിൽ നിന്ന് അഞ്ചൽ റൂട്ടില് ആണ്. എത്തുന്നതിന് മുമ്പുള്ള കുളത്തൂപ്പുഴ എത്തുന്നതിന് മുമ്പായിട്ട്. അപ്പൊ ഇവിടെയാണ് ലൊക്കേഷൻ. വന്നെടുക്കുന്നവർക്ക് ചന്ദനക്കാവ് അല്ലെ? വന്നെടുക്കുന്നവർക്ക് ഇവിടെ വന്നെടുക്കാൻ പറ്റും. നമുക്ക് വന്ന് കണ്ടെടുക്കുകയും പറ്റും. അതേപോലെ നമുക്ക് കൊറിയറും പോസിബിൾ ആണല്ലേ? അപ്പൊ ബോനൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിനകത്തും അത്യാവശ്യം വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യല്ലേ? അപ്പൊ ഇൻസ്റ്റാ പേജ് ഒക്കെ ഇതിനകത്ത് കാണിച്ചോളാം, സൈഡിലുണ്ടാവും കേട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വിഷയത്തിനെ ഒന്ന് കണ്ടാലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കയറി വരുമ്പോ തന്നെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സാധനം സെയിലിനായിട്ടുള്ള ഉണ്ട് കേട്ടാ. അപ്പൊ അതിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതൊക്കെ ഏതൊക്കെ വെറൈറ്റി ആണെന്ന് ചോദിക്കാം. ഫസ്റ്റ് ഒരു വൈറ്റ് കിടക്കണ്ട, അതിനെ നോക്കിയാലോ? ഇത് ഏതാണ് വെറൈറ്റി? ഇത് വൈറ്റ് ഡംബോയറിന്റെ OHM ടൈൽ വരുന്നതാണ്. അല്ലേ? അത്യാവശ്യം ഡംബോയർ ആയ മൂവിങ് ഉണ്ടാവും. അതെ, മാർക്കറ്റിൽ നല്ല മൂവിങ് ആണ്. അയ്യറും കൂടി വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല ഇതാണ് കാണാനായിട്ട്. ഇത് അത്യാവശ്യം പേരുണ്ടാവും ഹോൾസെയിൽ? നമുക്ക് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് നമുക്ക് ബ്രീഡിംഗ് പേഴ്സും അവൈലബിൾ ആണ്. ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാനായിട്ടുണ്ടാവും അല്ലെ? അടുത്ത നോക്കിയാലോ ബ്രോ? ഈ സാധനങ്ങളിലല്ലേ? ഇത് ബട്ടർഫ്ലൈ ആണ്. അതെ, ഇത് നമുക്ക് റോയൽ ബ്ലൂവിന്റെ ബട്ടർഫ്ലൈ വരുന്നതാണ്. ഇതിന്റെ അത്യാവശ്യം ഇതേപോലെ തന്നെ കിട്ടുമോ നമുക്ക് സാധനം? നമുക്ക് ഇത് ബ്ലൂവിന്റെ ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഇതിൽ വരാറുണ്ട്. ബട്ടർഫ്ലൈ ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി, ചില പീസസ് നമുക്ക് അതിൽ അങ്ങനെ വരും. ഇത് അത്യാവശ്യം എൻക്വയറി വരാറുണ്ട്, എന്റെ അടുത്തും ചോദിക്കാറുണ്ട്. ഇത് കാരണം റയർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതായിട്ട് കിട്ടത്തില്ല. ഇത് നമുക്കൊന്ന് എവിടെയും ഈ ഫാൻസി ടൈപ്പ് പോലെ വരുന്ന ഇതാണ്. ഫാൻസിൽ തന്നെയാണ്. നമുക്ക് റോയൽ ബ്ലൂ ബ്രീഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് വരുന്നതാണ്. ഇത് ഐറ്റം കൊള്ളാലോ. ഇതേതാണ്? ഇത് യെല്ലോ ഗ്രിസലിന്റെ OHM വരുന്നതാണ്. ഫാമിന്റെ വർക്കൊക്കെ ഉണ്ടാവും. ബാക്കിൽ വേറെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഇവിടെ അടുത്ത് തന്നെ റോഡും ഉണ്ടാട്ടാ. അപ്പൊ വേറെ സൗണ്ട് ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്.
ഫിഷസിനൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. വൈറ്റിന്റെ വേറെ ഒരെണ്ണം ഇവിടെ ഫ്ലയർ ആയിട്ടുണ്ട്. നോക്കാം. ഇത് ഏതാ വെറൈറ്റി? ഇത് സ്റ്റീൽ ബ്ലൂവിന്റെ ഓച്ചം വരുന്ന ഇതാണ്. ആണല്ലേ. ഓ, നല്ല തേയിലൊക്കെ വന്നിട്ടുണ്ടല്ലേ. ആ ഫ്രണ്ട്സ്, സത്യത്തിൽ ഇവരുടെ വീഡിയോസ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ടാണ്. അതായത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു ഉച്ച സമയമായിരുന്നു. ആ സമയത്തൊക്കെ ഇവർ ഫുഡൊക്കെ അടിച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. പിന്നെ ഇവർ ഫ്ലയർ ചെയ്ത് ഇങ്ങനെയൊക്കെ കിട്ടാനായിട്ട് നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ഫിഷസിനെ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും കിട്ടിയ ഫിഷിനെയൊക്കെ നല്ലോണം ഫ്ലയർ ചെയ്തതിനൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഫിഷസാണ് എല്ലാം അവിടെ കിടക്കുന്നത്. ഹോൾസെയിലായിട്ട് ഷോപ്പിലേക്ക് കൊണ്ടിടാൻ പറ്റിയ സൈസാണ്. അതായത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈലൊക്കെ ഉള്ള നല്ല ഫിഷസാണ് എല്ലാം കിടക്കുന്നത്. ഇത് ബ്ലാക്ക് ആണ്. ഇത് ബ്ലാക്ക് ഓച്ചമിന്റെ ആണ്. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ളതല്ല. ഇതിൽ നിന്ന് ബ്ലാക്കിന്റെ ആ ബ്ലൂഷ് ആണ് സ്ഥലത്ത് റെഡിഷും വരാറുണ്ട്. ആണല്ലേ. കണ്ട ബ്ലാക്ക് ആണെന്നുള്ളൊരു ഫീല്. ഇത് സ്ട്രെയിൻ ബ്ലാക്ക് ആണ്. പക്ഷെ ഇതിന്റെ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ബ്ലൂഷ് ആണ് അല്ലെ. ലൈറ്റ് അടിക്കുമ്പോ ഒരു ബ്ലൂഷ് കാണാൻ നല്ല ഭംഗിയാണ്. ഷോ ആണ്. ഇത് വന്നിട്ട് ഫുള്ള് യെല്ലോയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫാമിൻ്റെ വർക്കിടെ കാരണം കുറേ സൗണ്ടൊക്കെ ഇടയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്തത് കേട്ടോ. ഇത് വന്നിട്ട് ഫുള്ള് ബോഡിയിൽ യെല്ലോയാണ്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഫ്ലവറിങ് വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഇവർ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഓരോന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലയറായി നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതിങ്ങനെ ഡള്ളായി പോകും. ആ ടൈം ആയതുകൊണ്ടാണ്. അല്ല, രാവിലേക്ക് വന്നിച്ചെങ്കിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് കൊല്ലത്തായിരുന്നു. നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തിയപ്പോൾ ടൈം ലേറ്റായി പോയി. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ബീറ്റേഴ്സിൻ്റെ വീഡിയോസ് പലരും എടുക്കാത്തത്. പല വീഡിയോസ് ചെയ്യുന്ന ടീമില്ലേ, ഈ ഫാം വീഡിയോസൊക്കെ ചെയ്യുന്ന ടീം ബീറ്റാസിൻ്റെ വീഡിയോസ് അധികം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ കുറേ റിസ്ക് ഉള്ളത് കാരണമായിരിക്കാം അത് ചെയ്യാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എന്തായാലും നല്ല ടൈം എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഓരോ മൂവ്മെൻ്റൊക്കെ കിട്ടിയത് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ കാണാൻ്റെ ഭംഗിയൊക്കെ നമുക്ക് നിങ്ങളിലേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറേ ടൈം എടുത്തിട്ടാണ് ഈ വീഡിയോസൊക്കെ എല്ലാം എടുത്തത്. ഇത് വന്നിട്ട് സ്റ്റീൽ ബ്ലൂ ആണെന്ന് തോന്നുന്നു. ഇത് റെഡിന് നല്ല ക്വാളിറ്റിയുള്ള കുറേ പേഴ്സ് ഉണ്ട് അവിടെ. നമ്മത് ഈ ഒരെണ്ണത്തിന് എടുത്തിട്ടുള്ളു. ഇതിൻ്റെ കറക്റ്റായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്കിലും ഇതുണ്ടല്ലോ സൈഡിലൊക്കെ പോയിരിക്കണമായിരുന്നു. മാക്സിമം നമ്മൾ എടുക്കാൻ ശ്രമിച്ചു. ഇത് യെല്ലോ തന്നെയാണ്, ഫുൾ യെല്ലോ വന്നിട്ട് റോസ്റ്റൈൽ പോലെ വരുന്ന ഒരു ഫിഷായിരുന്നു. ഇതൊക്കെ എല്ലാം ഹോൾസെയിലായിട്ട് കൊടുക്കാറുണ്ട്. അതാണ് പ്രത്യേകത. ഹോൾസെയിൽ എടുത്തിട്ടും നമുക്കിപ്പോൾ റീറ്റെയിൽ എടുക്കണമെങ്കിലും ഈ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടും. ഇത് ഏതായിട്ടും മസ്റ്റാർഡ് ഗ്യാസിന്റെ ഓച്ചമാണ്. നല്ല ആക്റ്റീവാണല്ലേ ടീം. അതെ അതെ. ഇപ്പൊ റെഡി ടു ബ്രീഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. നമുക്കിത് എന്തായാലും കണ്ടീഷൻ ചെയ്തിട്ട് ഒരു 10 ദിവസം to 15 ദിവസം കണ്ടീഷൻ ചെയ്ത് അവർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് നമുക്ക് കൊടുക്കാനായിട്ട് നോക്കിക്കോട്ടെ. ഇതാണ് ഇപ്പൊ സെയിലിനുള്ള സൈസ് അല്ലേ. അടുത്ത നോക്കിയാലോ നമുക്ക്. ഇത് ഐറ്റം നമുക്ക് യെല്ലോ ഓച്ചം. യെല്ലോ തന്നെ അല്ലേ, ഫുള്ള് ബോഡി ആയിരിക്കും അല്ലേ. ഇത് സ്റ്റേബിൾ ആണോ? ഇത് ഫുള്ള് ഇങ്ങനെ യെല്ലോ തന്നെ ഇറങ്ങും. ചെറിയ ബോഡിയിൽ ചെറിയ ബ്ലാക്കിഷ് ചെറുതായിട്ട് വരും. ആണല്ലേ. അത്യാവശ്യം പേരുണ്ടാവും. അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഒരു ടൈല് വന്നിട്ട് റോഫ് ടൈലാണ്. ഇതിന്റെ റോഫ് ടൈലാണ്. അത് ലിമിറ്റഡ് സമയത്ത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് ആയിട്ടുള്ളൂ. ഇതും ഹോൾസെയിൽ ഉണ്ടാവും അല്ലേ? ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്. എല്ലാം നമ്മൾ കാണുന്ന എല്ലാം നമുക്ക് ഹോൾസെയിൽ കൊടുക്കാൻ അവൈലബിൾ പറ്റും. ആണ്. ഇത് വന്നിട്ട് ഫുൾ ബ്ലാക്കിൻ്റെ പെയറാട്ടോ. നേരത്തെ കാണിച്ചില്ല. അതിൻ്റെ OHM ഫുൾ ബ്ലാക്കിൻ്റെ പെയേഴ്സാണ്. ഇവിടെ ഫുള്ള് OHM മാത്രമേ ഉള്ളൂ കേട്ടോ. പ്ലക്കാർട്ട് വെറൈറ്റീസ് ഒന്നും നമ്മൾ കണ്ടില്ല. അത് ഷോപ്പിലേക്ക് വേണ്ടി തന്നെ ചെയ്യുന്നത് കൊണ്ട് എല്ലാം OHM വെറൈറ്റീസാണ് കിടക്കുന്നത്. അത് എല്ലാ കളറും തന്നെ ഉണ്ടെന്ന് പറയാം. ബ്രോ, ഈ റെഡ് നല്ല ഫ്ലയർ അടിക്കുന്നത് ഇത് OHM ആണ്, ഫുൾ റെഡിന്റെ തന്നെ. ഇത് ഡബിൾ ടൈൽ ആണ്. അത് OHM ആണ് ഫുൾ മൂൺ. ഈ ഫുൾ മൂണും OHM രണ്ടും ഒന്നാണ് ആണല്ലേ. നല്ല വിരിഞ്ഞിരിക്കണത്. പലരും ചോദിക്കാറുണ്ട് OHM ആണോ ഫുൾ മൂൺ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പറയുക OHM എന്നുള്ളത് ഓവർ ഹാഫ് മൂൺ എന്നുള്ളൊരു ഇത് ചെയ്യുന്നതാണ്. ഇത് രണ്ടും ഫുൾ മൂൺ എന്ന് പറയുന്നതും OHM രണ്ടും ഒന്നാണ്. ഇത് നമ്മുടെ തായ് ഫ്ലാഗ് അല്ലേ? അതെ, തായ് ഫ്ലാഗ്.
OHM നല്ല വിരിഞ്ഞു വരുന്നുണ്ടല്ലേ? OHM തന്നെ. അത്യാവശ്യം പേര് നമുക്ക് കൊടുക്കണ്ടാവും. പേരുണ്ടാവും. ഫാമിന്റെ വർക്കുകളൊക്കെ കൊണ്ട് നമ്മ അധികം ഫിഷസിനെ എടുക്കണില്ല അല്ലെ? ഫാം പെട്ടെന്ന് തന്നെ നമുക്ക് പോവുകയും വേണമല്ലോ നമുക്കിനി. അതുകൊണ്ട് കുറച്ച് ഫിഷസിനെ കാണിക്കുള്ളൂ. ഇനി ബോട്ടിൽ ഞാൻ കാണിച്ചുതരാം. അടുത്ത സെക്ഷനിൽ ഞാൻ ഓടിച്ച് കാണിച്ചുതരാം കേട്ടോ. ഈ ഒരു സെക്ഷൻ ഗപ്പീസിന്റെ ആണല്ലേ? ഇവിടെ ഗപ്പീസ് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് ഉണ്ടാവും. ഏതാണ്? ഇത് എഫാറിന്റെ ഫ്ലവർ ഡോഗ്സിൽ വരുന്നതാണ്. ഇത് അത്യാവശ്യം പേരടക്കം ഉണ്ടല്ലേ? അത്യാവശ്യം അത് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ടാവും. ഇത് കൊടുക്കാനുണ്ടാവും. ഇവിടെ കിടക്കാൻ റെഡ് തന്നെയാണല്ലേ? പിന്നെ ഏതൊക്കെ ഉണ്ടാവും ഗപ്പീസ്? അവിടെ സുഹൃത്തിലേക്ക് സാധനം ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഗപ്പീസ് നമ്മൾ മെയിൻ ആയിട്ട് ഹോൾസെയിൽ ചെയ്യുന്നത് AFR ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ചെയ്യുന്നുണ്ട്, പ്ലാറ്റിനം റെഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പർപ്പിൾ ബെറി ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് അല്ലേ? ഇത് AFR അല്ലേ? അത് AFRന്റെ ഫീമെയിൽ സെപ്പറേറ്റ്. ഇത് ഏതാണ്? ഇത് ചില്ലി മൊസൈക്കിന്റെ കുറച്ച് പീസ് അവൈലബിൾ. ചില്ലി മൊസൈക്ക് കൊടുത്തിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോ ട്രെയിനുള്ള ഐറ്റങ്ങൾ ജസ്റ്റ് കാണിക്കുന്നേ. അത് കുട്ടികളാണല്ലേ? കുഞ്ഞുങ്ങൾ. പ്ലാറ്റിനം റെഡിന്റെ കുഞ്ഞുങ്ങൾ. പർപ്പിൾ ബെറിയുടെ അത്യാവശ്യം പേര് കൊടുക്കാണ്ട്. അത്യാവശ്യം ഹോൾസെയിൽ ഉണ്ടാവും, ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടാവും. ഇതൊക്കെ AFRന്റെ മെയിൽസ് ആണല്ലേ? AFRന്റെ ഫ്ലവർ ഡോർസലിന്റെ മെയിൽസ് ആണ്. ഇത് നമ്മൾ പ്ലാറ്റിനം ഉണ്ട്. പ്ലാറ്റിനം റെഡ് ഫിഗറിന്റെ. നമ്മൾ പർപ്പിൾ ബെറി അല്ലേ? ഇത് ഹോൾസെയിൽ ഉണ്ടാവും. ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടാവും. വേറെ ഏതാ? വൈറ്റാ? ഇത് നമ്മൾ റെഡ് ഇയർക്കോയില്. റെഡ് ഇയർക്കോയില്. ഇത് റീറ്റെയിൽ ആണോ? ഇത് നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉണ്ടാവും. ഇയർ ഇപ്പൊ കയറി വരുന്ന ഒരു സ്റ്റേജ് ആണ്. പിന്നെ ഉള്ളത് വൈറ്റ് എക്സ്റോ. വൈറ്റ് എക്സ്റോ. ഇത് ഹോൾസെയിൽ ഉണ്ടാവും. ഇത് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കാനുണ്ടാവും. ഇപ്പൊ ഹോൾസെയിൽ കൊടുക്കാനുള്ള ക്വാളിറ്റി ആണല്ലോ ഇത്. ഈ സെയിം ക്വാളിറ്റിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നല്ല ഷോപ്പിലൊക്കെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റിയ സൈസ് ആണ്. ഹോൾസെയിൽ ടീമിന് പ്രത്യേകിച്ച് കോണ്ടാക്ട് ചെയ്യാം. ഇത് നമ്മുടെ സ്റ്റാർ പ്ലാറ്റിനം റെഡ് അല്ലേ? അത്യാവശ്യം നല്ല ഇയർ തന്നെ. അതെ, ഇയർ വരുന്ന ക്വാളിറ്റിയാ. ഇത് ഹോൾസെയിൽ ഉണ്ടാവോ? ഇപ്പൊ നമുക്ക് ഇത് ഹോൾസെയിൽ കൊടുക്കാനില്ല, റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പുതിയ ഫാമിലാണ് ഇതിന്റെയൊക്കെ. ഇതിന്റെ എല്ലാം ഹോൾസെയിൽ ചെയ്യുന്ന പുതിയ ഫാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടത്തേക്കാണ് നമുക്ക് ഇത് എപ്പോഴും ഹോൾസെയിൽ ബൾക്കായിട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് വരുവാട്ടോ. അടുത്ത് തന്നെ ഒരു ഗപ്പീസിന്റെ കൂടി ഒരു ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിന്റെ വർക്കിലൊക്കെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോവാത്തത്. ഇപ്പൊ കുറച്ച് പേർക്ക് ഗപ്പീസ് ഇവിടെ കൊടുക്കാനുള്ളത് റീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് ഹോൾസെയിൽ ഉണ്ടാവില്ല. റെഡ് AFR ഉണ്ടാവും, പർപ്പിൾ ബെറി ഉണ്ടാവും, പിന്നെ പ്ലാറ്റിനം റെഡ് കുറച്ച് പീസസ് ഉണ്ടാവും ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനായിട്ട്. പക്ഷെ എപ്പോഴും കാണൂല. ബ്രോ, ഇത് വലിയ ടാങ്കാണല്ല. ഇന്നത്തെ എന്താണ് നടക്കണത്? ഇത് ബെറ്റാസിന്റെ ഫുള്ള് ഫീമെയിലിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടാങ്കാണ്. ഫീമെയിൽസിന് വേണ്ടിയാണല്ലോ ഇത്. ഇതെല്ലാം ഫീമെയിൽ ആണ്. ഈ കിടക്കുന്നത് ഫുള്ള് ഫീമെയിൽസ് ആണ്. എല്ലാം പല കളറാണല്ലോ. നല്ല തെളിഞ്ഞാണ് കളർഫുൾ എന്ന് പറയാനേ. നോക്കോട്ടെ, എല്ലാം കളർഫുൾ ആണ്. നല്ല ബ്രീഡിംഗ് സൈസ് ആണല്ലേ കിടക്കുന്നത് ഇപ്പൊ? എല്ലാം ബ്രീഡിംഗ് സൈസ് ആണ്. നമ്മള് ബോട്ടിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന ഫീമെയിൽസിനെ ഫുള്ള് ഇതിലോട്ട് കൊണ്ട് ഇതാക്കിയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി സൈസ് ആക്കിയിട്ട് നമ്മള് സെയിലിന് എടുക്കുമല്ലേ? ഇത് നമുക്ക് ഫീമെയിൽസ് ബൾക്കായിട്ട് എത്ര ചോദിച്ചാലും നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനായിട്ട് ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനകത്തുനിന്നാണ് ഹോൾസെയിൽ ടീമിന് ഫീമെയിൽസ് എത്ര വേണമെങ്കിലും കിട്ടും അല്ലെ? ഓക്കെ, നല്ല സൈസ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണ്ടാ. നോക്കിക്കോ, ഫീമെയിലിന്റെ സൈസ് ആകുമ്പോ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ സെയിലിനുള്ള ഫീമെയിൽസ് ആണ്ടേ കാണുന്നത്.
സൈസ് ഓക്കെ. ഈ സൈസ് അല്ലേ ബ്രോ നമ്മൾ സെയിൽ ചെയ്താ? സൈസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഈ സൈസ് ആണ്ടാ ഫീമെയിൽസ് കൊടുക്കാനുള്ളത്. നല്ല കളർഫുൾ ആണ്. വൈറ്റിന്റെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടാവും ഈ കളറ്? OHMs എല്ലാം ഉണ്ടാവും. റെഡ്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, തായ്, മസ്റ്റാർഡ്, യെല്ലോ ഗ്ലിസൽ, എല്ലാ കളേഴ്സും നമുക്ക് ഉണ്ടാവും. ഡെമ്പോയർ വരുമ്പോ വൈറ്റ് ഡെമ്പോയും ലാവണ്ടർ ഡെമ്പോയും ഉണ്ടാവും അല്ലെ? ഇതെല്ലാം ഫീമെയിൽ ഉണ്ട്. ഇതിപ്പോ എത്ര ഫീമെയിൽ ഉണ്ടാവും ഒരു ഉദ്ദേശം? ഏകദേശം ഒരു 6000 ഫീമെയിലോളം ഈ ഒരു ടാങ്കിൽ മൊത്തത്തിൽ കാണും. 6000 ഉണ്ടാവും അല്ലെ? ഓ, ഫീമെയിൽ മാത്രമായിട്ട് നമുക്ക് കിട്ടൂലേ? ഫീമെയിൽ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. ബ്രോ ഇത് സെയിൽസിനുള്ള മെയിൽസ് ആണോ? ഇതെല്ലാം സെയിം സൈസിൽ ഉള്ള. ഇതാണല്ലോ ഇപ്പൊ സെയിലിനായിട്ടുള്ള സൈസ് ആണ്ടോ? നമുക്ക് നോക്കിയാലോ. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാണ്ട. ഇതൊക്കെ റെഡ്, വൈറ്റ്, റെഡ്, ബ്ലൂ എല്ലാം തന്നെ ബബിൾസ് ചെയ്തിരിക്കണ്ട. ബ്രീഡിങ് ഇങ്ങനെയായിട്ടുള്ള സൈസ് ആണല്ലോ എല്ലാം. എല്ലാത്തിനും ബബിൾ നെസ്റ്റ് ഓക്കെയാണ്. സാധനത്തിനൊന്ന് കണ്ടീഷൻ ചെയ്ത് ബ്രീഡിങ് ഇറക്കിയാ മതി. ഈ കാണുന്ന എല്ലാം സെയിലിനുള്ള സൈസാണ് കേട്ടോ. ഹോൾസെയിലുകാർക്കും റീറ്റെയിലുകാർക്കും ഈ സൈസ് തന്നെ. ഇതേ കാണുന്ന ടാങ്ക് ഞാൻ കാണിച്ചു തരാൻ പറ്റി. ഈ കാണുന്ന എല്ലാം സെയിലിനുള്ള. ഇത് എത്ര മാസം നമ്മളാണ് ബ്രോ? എത്ര മാസം നമ്മൾ ഈ ബോട്ടിലേക്ക് ആക്കാം? ബോട്ടിലേക്ക് 2-2.5 മാസം ആകുമ്പോൾ ഈ ബോട്ടിലേക്ക് എല്ലാ മൂലയൊന്നും കാണിക്കുന്നുണ്ടോ? ഈ കാണുന്ന സൈസ് എല്ലാം സൈസാണ് നമ്മളിപ്പോ കാണുന്നത്. എല്ലാം സെയിൽസിനുള്ള സൈസാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ കണ്ട പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബോട്ടിലെല്ലാം റെഡി ടു സെയിൽ എന്നുള്ള സൈസ്. അതായത് ബോട്ടിൽ കഴിഞ്ഞാൽ അധികം നേരം വെക്കേണ്ട വരത്തില്ല, പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. അതായത് അങ്ങനത്തെ ഒരു സൈസാണ് എല്ലാം ബോട്ടിൽ ഇറങ്ങണം. താഴെ നല്ല രീതിയിൽ ബൾക്കായിട്ട് സാധനം ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പോയി കാണാം. നമ്മ ഫസ്റ്റ് എടുത്തത് മോളി വന്നിട്ട് സെയിൽ സെക്ഷനാണ് എടുത്തത്. അത്യാവശ്യം സെയിലിനുള്ള ബീറ്റാസിനെ നമ്മ കണ്ട്. ഇനി താഴെ ഉണ്ട്. താഴെ ഇതേപോലെ തന്നെ ഉണ്ടല്ലോ ബ്രോ? ഇതേപോലെ താഴെയല്ലേ? അതും കൂടി ജസ്റ്റ് നോക്കിയല്ലോ. അന്ന് ബ്രീഡിങ്ങിന്റെ കാര്യം ഒന്ന് ബ്രോ ജസ്റ്റ് അപ്പൊ പറഞ്ഞുതരാം പുതിയ ആൾക്കാർക്ക് വേണ്ടി. അപ്പൊ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കുന്നതും ബ്രോ നമുക്ക് പറഞ്ഞുതരാം കേട്ടാ. താഴേക്ക് പോയാലോ? ഇത് വന്നിട്ട് സാൽമണ്ട ഡെമ്പോന്റെ പേരാണ്ട. OHM ആണ്. നല്ല ഡെമ്പോയർ വരുന്നതായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ എല്ലാവരും നിന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഇതാണ്ട നമ്മൾ പറഞ്ഞില്ലേ താഴത്തെ വർക്ക് അടക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ടീംസ്. ഇവിടെ വെൽഡിങ് കാര്യങ്ങളൊക്കെ. അതാണ് കുറേ സൗണ്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോ ഇതാണ് ബ്രീഡിംഗ് സെക്ഷൻ അല്ലേ? ഇവിടെ എത്ര വെറൈറ്റീസ് ഉണ്ടാവും? ബ്രീഡ് ചെയ്യിക്കുന്നല്ലേ? അപ്പോ ബ്രീഡിംഗ് രീതി ഒന്ന് നമുക്ക് പറഞ്ഞുതരുമോ? നമ്മൾ പുതിയ ബ്രീഡേഴ്സ് ആയ പിള്ളേരൊക്കെ ഉണ്ടാവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള. അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരുമോ? നമ്മള് മെയിലിനെ ഫീമെയിൽസിനെ ഒരു പെയർ നമ്മൾ ഇതെടുക്കുകയാണ്. അതായത് റെഡ് OHM ആണെങ്കിൽ റെഡ് OHM മെയിലും ഫീമെയിലും എടുത്തിട്ട് അതിനൊരു 10 to 15 ദിവസം വരെ നമ്മൾ കണ്ടീഷൻ ഇത് കണ്ടീഷൻ ചെയ്യാൻ പറ്റണല്ലേ? അപ്പൊ കണ്ടീഷൻ ചെയ്യുമ്പോ ഇങ്ങനെ കാണിക്കാതെ സെപ്പറേറ്റ് കാണിക്കാൻ പ്ലെയർ ആവാതിരുന്നു കഴിഞ്ഞാൽ ഈ ബ്രീഡിങ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കും ഫീമെയിലിനെ കാണുമ്പോഴത്തേക്ക്. അപ്പൊ അതിനാണ് ഇങ്ങനെ കാണിക്കാതെ വെച്ചേക്കുന്നത്. മാക്സിമം നമ്മൾ ഈ പെയർ കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തമ്മിൽ കാണിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബ്രീഡിങ്ങിന് ഇടുമ്പോഴത്തേക്ക് അത് നല്ല രീതിക്ക് പ്ലെയർ ആയി ആക്റ്റീവായിട്ട് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കാണിക്കുന്ന രീതിക്ക് കേൾക്കുമ്പോൾ പ്ലെയർ ആയി ഫിഷ് ടയർഡായിട്ട് നിൽക്കും. ഇപ്പൊ നല്ല ആക്റ്റീവ് ആയിരിക്കും സമയത്ത്. അപ്പൊ ഇത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്, കാണിക്കാതെ പരസ്പരം കാണിക്കാതെ വെച്ചിരിക്കുന്നത് മെയിലും ഫീമെയിലും നല്ല രീതിയിൽ കണ്ടീഷനാണ്. രണ്ടുപേരും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മെയില് ഫ്ലെയർ ചെയ്ത് അവന്റെ ആക്റ്റീവ്നെസ് കുറയും, ഹെൽത്ത്നെസ് കുറയും. അപ്പോ അതിനുശേഷം നമ്മൾ ബ്രീഡിങ്ങിന് ഇറക്കണ എങ്ങനെയാണ് ബ്രോ? നമ്മൾ നോർമലി ഇതേപോലെ ഒരു ടബില് വെള്ളം പിടിച്ച് ഒരു 3 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് വെള്ളം പിടിച്ച് അതിൽ ആൽമണ്ട് ലീഫ് ഇട്ട് വെച്ചേക്കും. ഇതേപോലെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നത്. അതായത് വെള്ളം നമ്മൾ പിടിച്ചു വെച്ചിട്ട് ഇതേപോലെ ബദാം ലീഫ് ഇട്ട് വെച്ചിട്ട് ഒരു 3 ദിവസം വരെ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിലിനെയും ഫീമെയിലിനെയും ഇടുന്നത്. ഇത് നമ്മൾ ഇന്നലെ ഇട്ട ഒരു പേരന്റ് ആണ്. അതിപ്പം എഗ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇട്ട പേരാണ്. എഗ് ചെയ്തിട്ടുണ്ട്. ഈ റവ പോലെ വൈറ്റ് സ്പോട്ടാണ് കിടക്കുന്നതാണ് ഇതിന്റെ എഗ് എന്ന് പറയുന്നത്. എഗ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞ ഫിഷ് ആണ്.
ഇനിയിപ്പോ മാറ്റുമല്ലോ. ഇനിയിപ്പോ നമ്മള് ഫീമെയിൽസിനെ അതിൽ നിന്ന് മാറ്റും. ഫീമെയിലിനെ മാറ്റിട്ട് മെയിലിനെ നമ്മൾ ഒരു 3 ദിവസം വരെ അതായത് ഈ എഗ് വിരിഞ്ഞ് ഫ്രീസിം ആവുന്നത് വരെ നമ്മൾ ഇതിന്റെ അതോട്ട് മെയിലിനെ കീപ്പ് ചെയ്യും. ഫീമെയിലിനെ എഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഫീമെയിലിനെ മാറ്റുമല്ലോ. ഇപ്പൊ ഫീമെയിലിനെ ഇപ്പൊ മാറ്റാനായിട്ടുണ്ട്. ഫീമെയിലിനെ ഇപ്പൊ മാറ്റാറായിട്ടുണ്ട്. എന്നിട്ട് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ നമ്മൾ എത്ര ദിവസം ഇതിനകത്ത് കീപ്പ് ചെയ്യും? കുട്ടികളെ ഈ താഴെ നമ്മൾ ഗ്രോട്ടിലോട്ട് മാറ്റും. അപ്പൊ ഇതിൽ ഈ സെയിം ബേസിനുള്ള ഒരു 15 ദിവസം വരെ നമ്മള് ഇതിൽ കീപ്പ് ചെയ്യും. ആർട്ടിമയാണ് ഫീഡ് ചെയ്യുന്നത്. ആർട്ടിമ ഫീഡ് ചെയ്ത് 15 ദിവസം വരെ നമ്മൾ ഇതിൽ കീപ്പ് ചെയ്യും. അതിനുശേഷം നേരെ അങ്ങോട്ട് നേരെ ഗ്രോട്ടിലോട്ട് മാറ്റും. ബാരൽ താഴെപ്പെട്ട് കാണിച്ചു തരാം. ആ ബാരൽ ടാങ്കിൽ നമ്മൾ ആർട്ടിമ തന്നെയാണോ? അതിലൊരു 25 ദിവസം വരെ നമ്മൾ ആർട്ടിമ തന്നെ ഫീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മൊയിനയിലോട്ട് മാറും. എന്നിട്ട് ഫ്രോസൺ ആർട്ടിമ കൊടുക്കും. അങ്ങനെയാണ് ബ്രീഡിംഗ്. അത് ഈ മെത്തേഡിൽ ചെയ്തിട്ട് ഇവിടെ എല്ലാം എഗ് നിൽക്കാണ്ട് ഇപ്പൊ കാണുന്നത്. ഇത് ഈ കാണുന്ന എല്ലാ എഗ്ഗാണ്. ഇതൊക്കെ എല്ലാം എഗ്ഗാണ്. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എല്ലാം എഗ് ചെയ്തിരിക്കണ്ട. അത് ഇവിടെയൊക്കെ കാണാം. ഇതൊക്കെ എല്ലാം എഗ്ഗാണ് ട്ടാ. ഇവരൊക്കെ ബ്രീഡിങ്ങിന് ഇറക്കിയേക്കാണ്. ബ്രോ അതിനുശേഷം ഇങ്ങോട്ടാണല്ലേ മാറ്റണം? ഇതിലോട്ടൊന്ന് നേരെ താഴോട്ടാണ് കൊണ്ടുവരുന്നത്. ഇതില് എത്ര ദിവസം പ്രായമുള്ള കുട്ടികളായിരിക്കും? ഇത് ഒരു 15 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ, അതായത് 2 ആഴ്ച അവിടെ നിന്ന് നേരെ ഈ ബാരലിലേക്ക് ഇറക്കിടുമല്ലോ. അത് കഴിഞ്ഞ് ഇതിനകത്ത് തന്നെ ഈ ഇത്ര ഗ്രോത്ത് ആണ്. ഈ ഗ്രോത്ത് ആക്കണം അല്ലെ? ഇവിടെ നിന്നല്ലേ നമ്മൾ ബോട്ടിലാണ് ഈ സൈസ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ബോട്ടിലിങ്ങിലേക്ക്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ബീറ്റാസിനെ ഫ്രീ ആയിട്ട് വേണ്ടേ? അതിനായിട്ട് നിങ്ങളെ ഈ ഇവാനക്കോട്ടേക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നു കേട്ടോ. അവിടെ ആയിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. യൂട്യൂബിൽ നമുക്കൊരു കുറച്ച് പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നില്ല. ബ്രോൻ്റെ അടുത്ത ഫാമിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അത് ഇവിടെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ കുറച്ച് ഫിഷസൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് ഹെവി, അതായത് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ഫാം തന്നെ. ഇതാണല്ലേ ഇവിടെയായിട്ടാണ് ഗ്രോട്ട് ആണല്ലേ? ഓക്കെ. ഈ ഒരു സൈസ് നമുക്ക് ഇപ്പൊ ഇവിടെ കൊണ്ടുപോകണം. എല്ലാം നല്ല സൈസ് ആക്കി കിടക്കുന്നുണ്ട്. വൈറ്റ് ഉണ്ട്, ഇത് ബ്ലൂ പോലെ. ആണല്ലേ? ഫീമെയിൽ മാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് ഫീമെയിലിന് മറ്റേ ടാങ്കിലോട്ട് ഇറക്കും. ഇവിടെ നമുക്ക് സെയിലിനായിട്ട് ഫീമെയിൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ബ്രീഡിംഗ് സൈസ് എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ബ്രീഡിംഗ് പെയർ കൊടുക്കുന്ന ഫീമെയിൽ എല്ലാം നമ്മൾ ഹോൾസെയിലാണ് മണ്ടയിലത്തെ വലിയ ടാങ്കിൽ നിന്ന് എടുക്കണല്ലേ? ഇതെല്ലാം വ്യത്യാസമുണ്ട്. പല പല സൈസിൽ കിടക്കണ്ടല്ലേ ഇപ്പൊ? കളറും ഉണ്ട്, റെഡ്, വൈറ്റ്. ഇത് ഡംബോയർ അല്ലേ? ലാവണ്ടർ. ഇത് വൈറ്റിന് ഡംബോയർ. ഇത് എത്ര ഒരു ടാങ്കിൽ എത്ര പീസ് ഉള്ളും? ഒരു 300 പീസിന്റെ അകത്ത് വരും. നമ്മൾ ക്വാണ്ടിറ്റി ആണ് ഇടുന്നത്. ചെറിയ സൈസ് ആണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിടും. ഇതിപ്പോ ബോട്ടിൽ ചെയ്ത് നമ്മൾ മാറ്റിയത് കൊണ്ട് 250-300 പീസിന്റെ അകത്തേ കാണും. എന്റെ വലുതാണനുസരിച്ച് കുറയ്ക്കുമല്ലോ. ആദ്യം ഒരു 600 പീസ് ഒക്കെ ഉണ്ടാവും. അതിൽ കൂടുതലും ഉണ്ടല്ലേ? ഈ ഒരു സൈസ് ഒക്കെ മാറ്റി തുടങ്ങും അല്ലെ? ഈ മെയിലായി വരുമ്പോഴത്തേക്ക് മെയിൽസിനെല്ലാം നമ്മൾ മാറ്റുമ്പോൾ ഓൾറെഡി ആയി കിടക്കുന്ന ഇതിന് കുറയും, കൗണ്ട് കുറഞ്ഞിരിക്കും അല്ലെ? ഇത് ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക്. റെഡിന്റെ അത് മിക്സ് ആയിട്ട് ഇതൊക്കെ പൊട്ടുപോലെ നിങ്ങൾക്ക് തോന്നുന്നത് ഇതെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. 15 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ആണല്ലേ? ഇതിൽ ഏകദേശം ഇപ്പൊ എങ്ങനെ വല്ല ഒരു 100-500+ കുട്ടികളുണ്ടാവും ഇതില്. ഈ പൊട്ടുപോലെയാണ് ഓടിക്കുന്ന എല്ലാം ബീറ്റാസിന്റെ കുട്ടികളുണ്ട. അപ്പൊ ഈ കാണുന്ന എല്ലാ പേരല്ലോ ഇല്ലേ ഇതേപോലെ? എല്ലാത്തിലും ബീറ്റാസിന്റെ പ്രൈസും ഇതേപോലെ മാറി വേറെ വേറെ സൈസിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഹോൾസെയില് അത്യാവശ്യം ചെയ്യുന്ന ഒരു ഫാമാണിത്. ഹോൾസെയിലുകാര് നമ്മൾ പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കൊടുക്കാൻ തന്നെ ഉണ്ടാകാറില്ല പല ഫാമിലും. ഇവിടെ അത്യാവശ്യം സാധനം റീറ്റെയിൽ ആണെങ്കിൽ റീറ്റെയിലും ഉണ്ട്. ഹോൾസെയിലുകാർക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമല്ലോ ബ്രോ? OHM മാത്രമാണ്, അതായത് ഷോപ്പിലൊക്കെ എല്ലാവരും OHM നല്ല കിടക്കുന്നത്. ആ സാധനം തന്നെയാണ് ബ്രോ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടാ. OHM പല കളേഴ്സ് ഉണ്ടല്ലേ? ഈ വേറെല്ലൊക്കെ നിറച്ച് കുട്ടികളുണ്ടാ.
ഇവിടെയൊക്കെ ഉണ്ട്. അപ്പുറ സൈഡിലും ഉണ്ടല്ലോ ബ്രോ, അപ്പുറ സൈഡിലും ഉണ്ട്. പിന്നെ ഇവിടെ പുതിയ ടാങ്ക് അടിക്കണം അല്ലേ? നിങ്ങൾ സെക്യൂരിറ്റി ആണോ പഠിക്കണം? അപ്പൊ ഫാമിന്റെ സെക്യൂരിറ്റി ഉണ്ടോ ഇവിടെ? ഇവിടെ ബേസണില് കുട്ടികള് ഇത് കുട്ടികളെ അടുത്ത് ഇതൊരു ബാരലിലോട്ട് ഇറക്കാൻ വേണ്ടിട്ട് കളക്ട് ചെയ്ത് വെച്ചാൽ ബ്രോന്റെ വീട്ടിൽ വേറെ ഐറ്റം ഉണ്ട്. അതായത് ബ്രോന്റെ ഫാദർ ഇവിടെ ചെയ്യണേണ്ട നമ്മുടെ തേക്കിന്റെ തടിയാണ് അതിന്റെ വേരില് ചെയ്തെടുത്തേക്കണേ. ഇവിടെ ആനയുണ്ട്, മുതലുണ്ട്, 5-6 ജീവികളുണ്ട്. ഇത് ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് കണ്ടത്, ടീപ്പോയായിട്ട്. ഇവിടെ ഒരു ഈഗിളുണ്ട്, മീനിനെ കുത്തുന്ന ഈഗിള്. പല വർക്കും ചെയ്തു കൊടുക്കും അല്ലേ? അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഇവിടെ വേറൊരു സാധനം ഉണ്ട് നല്ല വലുതായിട്ട്. ഇവിടെ കുറെ അധികം ജീവികളുണ്ട് കേട്ടാ. മാനുണ്ട്, കുതിരയുണ്ട്, കിളിയുണ്ട്, ഇവിടെ ഒരു ആനയുണ്ട്, ഇവിടെ മുയലുണ്ട്, ഇവിടെ ഒരു കൊക്കുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഈ വീഡിയോ കാണിച്ചത്. അപ്പൊ ഇങ്ങനത്തെ ഐറ്റങ്ങൾ ഇവിടെ സെയിലുണ്ടല്ലേ? അപ്പൊ ഇത് സെയിലുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് ഫിഷ് മാത്രമല്ല ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളാണെങ്കിൽ അതും ഇവിടെ സെയിലുണ്ട്. ബോന്റെ ഫാദറിനോട് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് തരും. ഇവിടെ ഒരു ആനക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഓപ്പൺ അക്കൗണ്ടിന്റെ വിശേഷങ്ങള്. ബ്രീഡിംഗ് രീതി ഉണ്ട്, സെയിലിനായിട്ടുള്ള ഉണ്ട്, ഹോൾസെയില് അത് മസ്റ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ കിടക്കാണ്ട് മാസം അല്ലെ ഇപ്പൊ നമുക്ക് എടുക്കുന്ന ഷോപ്പേഴ്സിന് മാസം മാസം കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സ്ഥിരമായിട്ട് എത്ര ഇയറിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അടുത്ത ഫാം ഗപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോൾസെയിൽ ടീമിന് ഗപ്പീസും ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അതല്ല നമ്മൾ ബെറ്റാസിന്റെ മെയില് തന്നെ അവിടെ ഒരു 20,000 ബോട്ടിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഷെഡ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് ഒരു ഫാമില്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി നല്ല രീതിക്ക് ബെറ്റാസ് മെയിൽസ് നമുക്ക് ഹോൾസെയിലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫീമെയിൽസ് നമുക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഹോൾസെയിലും കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇന്നിപ്പോ കേരളത്തിലുള്ള ഒരു 1.5 ഫാം തന്നെ എന്ന് പറയാം ഹോൾസെയിൽ കിട്ടാൻ മടിച്ചു നിൽക്കുന്നത്. അതായത് പല ഫാമിൽ നിന്നും കിട്ടാറില്ല ഹോൾസെയിൽ. അപ്പൊ ബ്രോയുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധനം കിട്ടും. അപ്പൊ ഫാമിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ബ്രോ താങ്ക്സ് കേട്ടാ, നല്ല ബിസിനസ് ആണല്ലോ. അപ്പൊ ഇനിയും കാണാം. നമ്മൾ അടുത്ത ഫാമിന്റെ അപ്ഡേഷൻ വരുമ്പോ പാർട്ട് 2 ആയിട്ട് നമ്മൾ വരുവട്ടാ. അതായത് അവിടെ നല്ല ഇതിനേക്കാളും 1.5 ഫാമാണ് ബ്രോ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.